തൃശൂർ ജില്ലയുടെ അതിർത്തിയിൽ തിരുവിൽവമലയോട് ചേർന്നാണ് കുത്താമ്പുള്ളി ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഭാരതപ്പുഴയും ഗായത്രി പുഴയും സംഗമിക്കുന്ന ഗ്രാമം. നാനൂറ് വർഷം മുൻപ് മൈസൂരിൽ നിന്ന് കുടിയേറിയതാണ് കുത്താമ്പുള്ളിയിലെ മുൻ തലമുറ. കൊച്ചി രാജാവിന്റെ ആഡംബരത്തിനായി പ്രത്യേക വസ്ത്രം നിർമ്മിക്കാൻ ഇവിടെ എത്തിയതാണെന്നാണ് മുൻ ചരിത്രം. 2500ഓളം കുടുംബങ്ങളുടെ മുഖ്യ വരുമാന മാർഗം കൈത്തറി വസ്ത്രങ്ങൾ തന്നെയാണ്. തൊഴിലാളികളുടെ കുറവ് അനുഭവപ്പെടുമ്പോഴും ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ഇല്ലാത്തത് തന്നെയാണ് കൈത്തറിയുടെ അവസാന വാക്കായി കുത്താമ്പുള്ളി മാറാൻ കാരണം. നമ്മുടെ കുത്താമ്പുള്ളിയിൽ എന്ന് പറഞ്ഞാൽ സെറ്റ് മുണ്ട്, സാരി, ഡബിൾ മാത്രമാണ് നെയ്യുന്നത്. അല്ലാതെ പുറത്ത് കാണിക്കുന്ന പോലെ പുതപ്പോ, തോർത്ത്, പട്ടുസാരി ഈ വകയൊന്നും കുത്താമ്പുള്ളിയിൽ നെയ്ത്തില്ല. കുത്താമ്പുള്ളി പേര് പറഞ്ഞിട്ട് അവർ പുറത്തുനിന്ന് വന്ന് വിൽപ്പന നടത്തുന്നതാണ്. ഞങ്ങൾ ദേവാംഗ സമുദായത്തിൽപ്പെട്ടവരാണ്. ഏകദേശം ഒരു 400 വർഷം മുന്നേ കുത്താമ്പുള്ളിക്ക് നെയ്യാൻ വേണ്ടി കൊച്ചി രാജാവ് കൊണ്ടുവന്നതായിട്ട് ഐതിഹ്യം പറയുന്നുണ്ട്. അപ്പോൾ ആ മേഖലയ്ക്ക് ഞങ്ങൾ വരുമ്പോൾ പുഴയുടെ തീരം ഞങ്ങൾക്ക് അത്യാവശ്യം നൂല് മുക്കാനും നൂലിനായിട്ടുള്ള സമ്പ്രദായമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടാണ് കുത്താമ്പുള്ളി ഭാരതപ്പുഴയുടെ തീരത്ത് ഞങ്ങൾ കുടിയിരുത്തിയത്. ആദ്യം നെയ്ത് കൊടുത്തത് കൊച്ചി രാജാവിനെ. അത് കഴിഞ്ഞപ്പോൾ പ്രൊഡക്ഷൻ വീണ്ടും ഞങ്ങൾ തുടങ്ങി. ഞങ്ങളുടെ സമുദായത്തിലുള്ളവരെല്ലാം ഇവിടെ തന്നെ വന്ന് ചേർന്നു. ഞങ്ങളെല്ലാവരും വീട്ടിലെ കന്നഡയാണ് സംസാരിക്കുന്നത്. അക്ഷരമില്ലാത്ത കന്നഡ. നമുക്ക് അക്ഷരം എഴുതുന്ന പോലെ അറിയില്ല. മലയാളികളാണ്, മലയാളമാണ് പഠിക്കുന്നത്. ഞങ്ങളുടെ തൊഴിൽ കുത്താമ്പുള്ളി തരി ഇവിടെ തന്നെ നൂലുണ്ടാക്കി നെയ്തുകൊണ്ടിരുന്ന ഒരു കാലത്ത് അത് മാറി. ഇന്ന് ഈ ജനറേഷനൊക്കെ വേറെ തൊഴിലിലേക്ക് പോയി. ഈ തൊഴിൽ ചെയ്യണമെങ്കിൽ മാക്സിമം 6 മെമ്പർ നിർബന്ധമായിട്ട് വേണം. അവരില്ലാതെ ഈ തൊഴിൽ നടക്കില്ല. ചറക്ക കറക്കണം, സ്ട്രീറ്റിലിട്ടിട്ട് പാവ് കറക്കണം, കസവും നെയ്യണം, കസവ് ചുറ്റണം. ഇതാണ് ഞങ്ങൾ പാവ്. മുമ്പ് ഇവിടെ തന്നെ ഞങ്ങൾ കഞ്ഞി സ്ട്രീറ്റിലിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇന്ന് ആളുകളില്ലാത്തത് കൊണ്ട് ഇത് ഞങ്ങൾ സേലത്തു നിന്നാണ് വാങ്ങുന്നത്. ചുറ്റുമുണ്ടായാലും സാരി ആയാലും 55 വീതി വരിക. സാരിക്ക് വന്നിട്ട് ഇപ്പോൾ 1 ഇഞ്ചൊക്കെ ചിലപ്പോൾ കമ്മിയായാലും കുഴപ്പമില്ല. സെറ്റുമുണ്ടിന് കറക്റ്റായിട്ട് 50 ഇഞ്ച് വേണം. ഇത് വന്നിട്ട് സ്റ്റീലാണ്, തുരുമ്പ് പിടിക്കില്ല ഈ സാധനം. ഇത് കണ്ടില്ലേ, 8 കോലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരിക? കണ്ട, നമ്മൾ ഈ കരടിക്കില്ലേ, ഇത് ഈ കസവ് ഇടില്ലേ, കസവ് നമ്മൾ ഇടണത് ഇതാ കണ്ട, ഇങ്ങനെ ഇതിലാണ് വരിക. ഇങ്ങനെ ഈ സൈഡ് നമ്മൾ ചവിട്ടുമ്പോഴാണ് ഇത് എണിക്കണത്. കണ്ട, കസവ് അടിക്കുമ്പോൾ മാത്രമാണ് ഇത് എണിക്കുക. പിന്നെ നമ്മൾ പ്ലെയിൻ നെയ്യുമ്പോൾ ഈ 2 എണ്ണം മാത്രം എണിക്കും. അങ്ങനെ നമ്മൾ ചവിട്ടുമ്പോൾ അങ്ങനെ കയറി വരും. ഏകദേശം 24,000 പ്രാവശ്യം മാൻ പവർ 2 കൈയും കാലും കൂടി ചലിച്ചാലാണ് ഒരു സാരി ആവുന്നത്. ഇത് ഗോൾഡൻ കസവ്. ഇതാണ് അധികം ഞങ്ങൾ ഉപയോഗിക്കുന്നത്. സൂറത്തു നിന്നാണ് ഇത് വരുന്നത്. ഇവിടെ ഏകദേശം ഞങ്ങൾക്ക് സ്വർണ്ണ കളർ വേണമെന്നുള്ളത് കൊണ്ട് ഇതാണ് നൈസ്. കണ്ണിൽ പോലും കാണത്തില്ല. ഇതിൻ്റെ പേര് ഷട്ടിൽ. ഞങ്ങളുടെ ഭാഷയിൽ നാടാവ്, നാളി എന്നൊക്കെ പറയും. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിട്ടിട്ട് ദായഴകൾ. ഇതാണ് നമ്മുടെ കണ്ടിക്ക കൂടെക്കുള്ള ബോബി. ഈ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയിട്ട് 44 പ്രാവശ്യം ഇങ്ങോട്ട് തന്നെ വന്ന് പോയാലാണ് 1 ഇഞ്ച് നെയ്ത്താവാൻ പോണത്. കുത്താമ്പുള്ളി എന്ന് പറഞ്ഞപ്പോൾ കേരളമല്ല, ഇന്ത്യയല്ല, പുറത്തുനിന്ന് എല്ലാവരും ധാരാളം കാണാൻ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കഴിഞ്ഞ ആഴ്ച 2 ജർമ്മൻ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ടൂറിസ്റ്റ് ഇതായി എല്ലാം വന്ന് കാണുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷേ സപ്പോർട്ട് കുറച്ചും കൂടി കൈത്തറിക്കും വേണം, കുത്താമ്പുള്ളിക്ക് ഉണ്ടെങ്കിൽ ഇനി ഒരുപാട് വളരാനുണ്ട്. കുത്താമ്പുള്ളി ഇപ്പോൾ നല്ലൊരു ലേബിലായി നാഷണൽ ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ കൈ സാരിക്ക്. അതേപോലെ നല്ല ആളുകളുണ്ട്, ചെയ്യാനുള്ള ഇതുണ്ട്. അതിനുള്ള ബെനിഫിറ്റും കിട്ടുന്നില്ല. ഇപ്പോൾ വരുന്ന ജനറേഷനെ ഇതിലേക്ക് വരുന്നില്ല. ഒന്നാമത്തെ കാരണം ഈ തൊഴിൽ ചെയ്യാൻ വീട്ടിലെ ഇന്ന് സ്ത്രീകൾക്ക് മടിയാണ്. പുതിയ തലമുറ ഈ മേഖലയിലേക്ക് ധൈര്യപൂർവ്വം കടന്നു വരുന്നില്ല. ജോലിയുടെ സ്റ്റാറ്റസും ഉയർന്ന വരുമാനവും അവരെ പഠിച്ച് മറ്റു ജോലികൾ ചെയ്യുന്നതിനായി പ്രേരിപ്പിക്കുന്നു. ഒരു പയ്യന് ഈ ഫീൽഡിലുള്ള ആൾക്ക് പെണ്ണ് കൊടുക്കുന്നില്ല. കാരണം അവർ വന്നു കഴിഞ്ഞാൽ ചരക്ക കറക്കി രാവിലെ 5 മണി മുതൽ വൈകുന്നേരം വരെ ഇതും ചെയ്യണം, വീട് ജോലിയും ചെയ്യണം, കുട്ടികളുണ്ടെങ്കിൽ അതും നോക്കണം. അതുകൊണ്ട് ഇങ്ങനത്തെ ആളുകൾക്ക് പെണ്ണ് കിട്ടാത്തത് കൊണ്ട് നമ്മുടെ മക്കളടക്കം കടകളിലേക്ക് വേലയ്ക്ക് പോവാണ്, ജോലിക്ക് പോവാണ്. ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ മുഴുവൻ പഠിപ്പാണ്. പിന്നെ കടകളിലേക്ക് ജോലിക്ക് പോകും.
നെയ്ത്തിന് വരില്ല. ഇപ്പം നെയ്ത്തിലേക്ക് ആളില്ല. നമുക്കിപ്പോൾ 55 വയസ്സിന് താഴെയുള്ള ആരും നെയ്ത്തിലില്ല. ഇനി ആരും നെയ്ത്തിലേക്ക് വരാനും പോണുമില്ല. ഇപ്പോൾ ഒരു 15 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഈ 55കാരനൊക്കെ 70 ആവും. ഈ 15 കൊല്ലം ഞാനുണ്ടാവില്ല. അപ്പം നമ്മുടെ തലമുറ അവിടെ കഴിഞ്ഞു. വേദനക്കുറവും അസാമാന്യ ക്ഷമയും അർപ്പണബോധവും കൈത്തറി ഉൽപ്പാദനത്തിന് ആവശ്യമായതിനാൽ അവർ മറ്റു ജോലികളിലാണ് താല്പര്യം കാണിക്കുന്നത്. അതിനോട് ആനുകൂല്യമില്ല, വരുമാനക്കുറവ്. എങ്ങനെ കിണഞ്ഞ് പരിശ്രമിച്ചാലും വേറെ പുറമെ ജോലിക്ക് പോകേണ്ട ഒരു അത് റിസ്ക് ഇല്ല. ഇതാണ് റിസ്ക് കൂടുതൽ. ഇതിപ്പോൾ ഒരാളല്ല ചെയ്യേണ്ടത്, കൂട്ടായ്മയാണ്. ഒരു മടുപ്പ് ചുറ്റണമെങ്കിൽ 6 പേര് വേണം. യന്ത്രത്തറികൾ കൈത്തറിയെ അപേക്ഷിച്ച് വളരെ വേഗത്തിൽ ഉൽപ്പാദനം നടത്താൻ സഹായിക്കുമെങ്കിലും പ്രായവും യന്ത്രത്തറികളിൽ മികവ് നേടാനുള്ള ബുദ്ധിമുട്ടും പാരമ്പര്യ തൊഴിലായ കൈത്തറി ഉൽപ്പാദനത്തിൽ തന്നെ നിലനിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. പവർലൂം വന്നു കഴിഞ്ഞാൽ അത് ഓടിക്കുന്ന ആൾക്ക് ബെനിഫിറ്റ് ഉള്ളൂ. ഞങ്ങൾക്കിപ്പോൾ അത് ഓടിക്കാൻ അറിയില്ല, ഇനി പഠിക്കാനുള്ള അവസരവുമില്ല. ഞങ്ങൾക്ക് നെയ്യാനുള്ളത് കൈത്തറി മാത്രം, അതേ നമുക്കറിയുള്ളൂ. അതും കൂടി നമ്മളൊക്കെ കുറച്ച് ആൾക്കാർക്ക് റിട്ടയർമെൻറ്റ് ആവാറായി. കൈത്തറി ജോലിക്കാരുടെ ലഭ്യത കുറവ് കുത്താമ്പുള്ളിയിലെ കൈത്തറികളുടെ എണ്ണത്തിലും ഗണ്യമായ കുറവുണ്ടാക്കി. ഇത് പുറത്തുനിന്നുള്ള യന്ത്രത്തറി ഉൽപ്പന്നങ്ങൾ കുത്താമ്പുള്ളി ലേബലിൽ വിൽക്കാൻ കാരണമായി. കൈത്തറി വസ്ത്രങ്ങൾ ഞാൻ കുത്താമ്പള്ളി അപേക്ഷ നോക്കുമ്പോൾ കൈത്തറി വസ്ത്രങ്ങൾ കുത്താമ്പള്ളിയിൽ ഉൽപ്പാദനം ഉണ്ടാവില്ല, പുറത്തുനിന്നായിരിക്കാം. പക്ഷേ കുത്താമ്പള്ളി ലേബൽ വെച്ച് വിൽക്കാതിരിക്കാം. 80% പവറോ 20% ഹാൻഡ്ലൂമുള്ളൂ. ഇവിടെ 850 തറി ഉണ്ടായിരുന്ന കുത്താമ്പള്ളിയിൽ ഇപ്പോൾ 150 തറിയേ ഉള്ളൂ. ആരുമില്ല, പിൻഗാമികൾ ആരുമില്ല. കുറച്ച് പേരൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ നെയ്തിരുന്നു. അവിടെയൊക്കെ കൂലി നല്ല കൂലി കിട്ടിയപ്പോൾ അവരൊക്കെ പോയി. മുമ്പ് കുറച്ച് ജാസ്തി ഉണ്ടായിരുന്നു, 900. ഇപ്പോൾ ഒരുപാട് കുറവാണ്. മറ്റു ജോലികളെ അപേക്ഷിച്ച് വളരെ കുറവ് വേതനമാണ് ഇവർക്ക് കിട്ടുന്നത്. ഈ വരുമാനത്തിൽ നിന്ന് വേണം അവർക്ക് ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ. എന്താണെന്ന് വെച്ചാൽ ഈ വരുമാനം വെച്ചിപ്പോയി എന്നാൽ നമുക്കൊക്കെ ആവറേജ് 300 റുപ്യ 350 റുപ്യ വാങ്ങിയാൽ ദിവസം നെയ്ത് കൊണ്ടേ ഇരുന്നാൽ അത് തരുള്ളൂ. അങ്ങനെ നെയ്ത്ത് മുറിക്കുമ്പോൾ ഒരു 500-600 റുപ്യ ബാലൻസ് ഉണ്ടാവും നമുക്ക് വരാനുള്ളത്. അത്രയേ ഉള്ളൂ. ഇതുകൊണ്ട് ഞങ്ങളങ്ങനെ തട്ടിമുട്ടി പോവാണ്. ഞങ്ങൾ സൊസൈറ്റിയിൽ നെയ്യുന്നവരാണെങ്കിൽ മാത്രമേ നമുക്ക് അംഗീകാരമുള്ളൂ. സൊസൈറ്റിയിൽ നെയ്യാത്തവർക്കാർക്കും ഒരു നെയ്ത്തുകാരൻ്റെ അംഗീകാരം കിട്ടില്ല. യന്ത്രത്തറികളേക്കാൾ ഗുണമേന്മ കൈത്തറി വസ്ത്രങ്ങൾക്കാണെങ്കിലും യന്ത്രത്തറികളുടെ വികസനം കൈത്തറി ഉൽപ്പന്നങ്ങളും യന്ത്രത്തറി ഉൽപ്പന്നങ്ങളും ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ മാറിയിരിക്കുന്നു. പവർലൂമിനേക്കാളും പവർലൂമിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പഴയ തുണി പോലെ ആവും. ഹാൻഡ്ലൂം അങ്ങനെയല്ല, ഉടുക്കും തോറും സുഖമായിട്ടുണ്ടാവും. വേറെ തുണിയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾക്ക് തന്നെ പറ്റുന്നില്ല. എന്നാലും ഞങ്ങൾക്കൊരു കയ്യിൽ തൊട്ടാൽ മനസ്സിലാവും ഇത് ഹാൻഡ്ലൂമാണോ പവർലൂമാണെന്ന്. അല്ലാതെ ഇപ്പോൾ ഒരു പുതിയതായിട്ടോ അല്ലെങ്കിൽ ഒരു പകുതി നെയ്ത്തറിയുന്നവനോ കൂടി അത് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അത്രത്തോളം അത് ഡെവലപ്പായിപ്പോയി. ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടല്ലേ ഹാൻഡ്ലൂം ഇപ്പോൾ ഡൗൺ ആയത്. അതല്ലേ ഹാൻഡ്ലൂമിലേക്ക് ആൾക്കാർ വരാത്തത്. കുട്ടികളാരും വരാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിൽ ഇൻകം, അതായത് വരുമാനം അത്ര ഇല്ല. പുതിയ തലമുറയുടെ താൽപ്പര്യമില്ലായ്മയും കൈത്തറികളുടെ പതനവും കൈത്തറി വ്യവസായത്തിന്റെ നല്ല ഭാവിക്ക് പ്രതീക്ഷ നൽകാൻ ഇവരെ അനുവദിക്കുന്നില്ല. ഇത് എങ്ങനെയും ഡൗൺ ആയിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഭാവിയിലേക്ക് ഞങ്ങൾ ഉണ്ടാവുമില്ല, കുട്ടികളാരും വരുന്നുമില്ല. അപ്പോൾ ഇതിന് എന്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു ചിന്തയൊന്നും ഞങ്ങൾക്കില്ല. കൈത്തറി കേവലം ഒരു ജോലി മാത്രമല്ല, അസാമാന്യ ക്ഷമയും സമർപ്പണവും ആവശ്യമുള്ള ഒരു കല കൂടിയാണ്. കുത്താമ്പുള്ളിയിലെ കൈത്തറി വ്യവസായം നിലക്കുന്നതിലൂടെ തലമുറകളിലൂടെ പകർന്നു വന്ന ഒരു സംസ്കാരവും പൈതൃകവുമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്.